ലയണൽ മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചീഫ് ജസ്റ്റിസിനെയും കരസേനാ മേധാവിയെയും മെസ്സി കാണുന്നുണ്ട്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ സെലിബ്രിറ്റി ഫുട്ബോളിലും മെസ്സി പന്ത് തട്ടും. ഇന്നലെ അവിസ്മരണീയമായ നിമിഷങ്ങൾക്കാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായത്. Sachin Tendulkar presenting the number 10 jersey to the number 10 of football. Yes, the two of the greatest, ladies and gentlemen. Gentlemen, boys and girls, what all sports people have been waiting for, what Mumbai has been waiting for. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ ഒരുപാട് അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് വാങ്കഡെ സ്റ്റേഡിയം. അവിടെ ചരിത്രപരമായ കൂടിക്കാഴ്ചകൾക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. അത് കാണാൻ ആയിരക്കണക്കിന് ആരാധകരും എത്തി. ഇന്നിപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ചകൾ കൂടിയുണ്ട്. മെസ്സിയുടെ ടൂർ എങ്ങനെ പുരോഗമിക്കുന്നു? ശ്രീജ, സച്ചിന്റെ സാന്നിധ്യമുള്ളപ്പോഴെല്ലാം സച്ചിൻ എന്ന് മാത്രം ഉയർന്നു കേട്ടിട്ടുള്ള വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്നലെ ഉയർന്ന കേട്ട പേര് മറ്റൊന്നായിരുന്നു. മെസ്സി എന്നായിരുന്നു ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ആരാധകർ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നത്. രണ്ട് ഇതിഹാസങ്ങളുടെ സംഗമത്തിന് കൂടി ചരിത്രമുറങ്ങുന്ന വാങ്കഡെ ഇന്നലെ സാക്ഷ്യം വഹിച്ചു. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ രണ്ടാമത്തെ ഏകദിന ലോകകപ്പ്, പ്രത്യേകിച്ച് 83-ന് ശേഷം 28 വർഷത്തിന് ശേഷം ഇന്ത്യ വിജയിച്ചത് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന വേൾഡ് കപ്പ് ഫൈനലിലാണ്. സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചത്, വിരാട് കോഹ്ലി തൻ്റെ 50ാം സെഞ്ചുറി നേടിയത്. അങ്ങനെ വാങ്കഡെ സ്റ്റേഡിയത്തിന് പല ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇന്നലെ അവിടെ നടന്നത്. സച്ചിൻ തൻ്റെ 10ാം നമ്പർ ജേഴ്സി, പ്രത്യേകിച്ച് 2011 വേൾഡ് കപ്പിൽ അണിഞ്ഞ അതേ ജേഴ്സി ഇന്നലെ മെസ്സിക്ക് കൈമാറുന്നത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ സുനിൽ ഛേത്രി, ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസമാണ് അദ്ദേഹം. മെസ്സി ലോക ഫുട്ബോളിൽ മെസ്സി ഏറ്റവും വലിയ ഗോൾ സ്കോർമാർ രണ്ടാമതെങ്കിൽ ആ പട്ടിക നോക്കുകയാണെങ്കിൽ സുനിൽ ഛേത്രി 4ാം സ്ഥാനത്താണ്. ഛേത്രിക്ക് അദ്ദേഹത്തിൻ്റെ 10ാം നമ്പർ ജേഴ്സി നൽകുന്നത് കണ്ടു. അങ്ങനെ നിരവധി വലിയ മുഹൂർത്തങ്ങൾക്ക് ഇന്നലെ വാങ്കഡെ സാക്ഷിയായി. ഏതായാലും മെസ്സിയുടെ പര്യടനം ഗോഡ് ടൂർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൊൽക്കത്തയിൽ നിന്നാണ് ആരംഭിച്ചത്. പക്ഷേ അതത്ര നല്ല തുടക്കമായിരുന്നില്ല. അവിടെ ആരാധകർ സ്റ്റേഡിയം കയ്യേറുന്നത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതൊക്കെ കണ്ടു. അതിപ്പോൾ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് BJP പ്രവർത്തകരാണ് അക്രമം കാട്ടിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ സംഘാടകൻ നിലവിൽ അറസ്റ്റിലാണ്. പക്ഷേ അതിനുശേഷം ഹൈദരാബാദിൽ വലിയൊരു തോതിൽ പരിപാടി നടന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അവിടെ പങ്കെടുക്കുന്നത് കണ്ടതാണ്. മുംബൈയിലും ഇന്നലെ ദേവേന്ദ്ര ഫഡ്നവിസ് അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഏതായാലും മെസ്സി ഡൽഹിയിലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടിക്കാഴ്ചയുണ്ട്. ഏതാണ്ട് 20 മിനിറ്റ് നേരമാണ് കൂടിക്കാഴ്ച. അതിനുശേഷം പാർലമെന്റ് ഹൗസിലാണ് കരസേനാ മേധാവി ഒപ്പം തന്നെ ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഫിറോസ് ഷാ കോട്ട്ല ഗ്രൗണ്ടിൽ നിലവിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മെസ്സി പങ്കെടുക്കുന്ന പരിപാടിയുള്ളത്. അവിടെ സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ മെസ്സി പങ്കെടുക്കും. ഒപ്പം തന്നെ മിനർവ ക്ലബിന് യൂത്ത് ലെവലിൽ 3 കിരീടങ്ങൾ നേടിയ ടീമാണ്. അവർക്കുള്ള സമ്മാനങ്ങൾ മെസ്സി വിതരണം ചെയ്യും. ഏതായാലും മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം അവിസ്മരണമായി മാറ്റുകയാണ് ആരാധകർ. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുകയാണ്. ശ്രീജ, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.